ഡോക്ടറെ ഇത് ആര്? പ്രഭാകരന? കുറെ നാളായില്ല പ്രഭാകര നിന്നെ കണ്ടിട്ട്. എന്റെ മുഖത്തൊന്തൊരു വിഷമം. കുടിച്ചിട്ടുണ്ട്? ലേശമല്ല, നീ നല്ല രീതിയിൽ കുടിച്ചേക്കണം പ്രഭാകര. നീ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ തന്നെ നീ തീരുമാനിച്ചേ? വിഷമം കൊണ്ടാ ഡോക്ടറെ. നിനക്കെന്ത് പ്രഭാകര വിഷമം? എന്റെ മൂത്ത മോളുടെ കല്യാണം നിശ്ചയിച്ചു. ഇത് കൊള്ളാം. മൂത്ത മോളെ കല്യാണം നിശ്ചയിച്ച കുടിക്കുകയാണോ ചെയ്യേണ്ടത്? നീ സന്തോഷിക്കേണ്ടേ ചെയ്യാൻ. ഞാൻ എങ്ങനെ സന്തോഷിക്കും ഡോക്ടറെ? 5 പൈസ കയ്യിലില്ല. നീ കുറെ നാൾ ഗൾഫിലായിരുന്നില്ലേ കൊറോണയ്ക്ക് മുമ്പ്? അപ്പൊ ഉണ്ടാക്കിയ സമ്പാദ്യമൊക്കെ എന്ത് ചെയ്തു നീ? എന്നെ 2 മക്കൾക്കും വേണ്ടി ഞാൻ ഇഷ്ടം പോലെ സമ്പാദിച്ച് ബാങ്കിൽ ഇട്ടതാ ഡോക്ടറെ. എന്നിട്ട് ഇപ്പൊ ഈ ഓൺലൈൻ ചീട്ടുകളില്ലേ, അതിൽ പെട്ടുപോയി. എന്റെ എല്ലാ കാശും പോയി ഡോക്ടറെ. എന്റെ കാശെല്ലാം പോയി. ഞാൻ പാപ്പരായി ഡോക്ടറെ. ഈ പ്രഭാരം പാപ്പരായി ഡോക്ടറെ. ഞാൻ ആത്മഹത്യ ചെയ്യും ഡോക്ടറെ. നീ ആത്മഹത്യ ചെയ്യരുത് പ്രഭാര. നീ ആത്മഹത്യ ചെയ്താ നിന്റെ ഭാര്യയും കുഞ്ഞിന്റെ കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? അത് കൊടുത്തിട്ടാ ഡോക്ടറെ ഞാൻ ഡോക്ടറെ. ഡോക്ടർക്ക് എനിക്കൊരു ഉപകാരം ചെയ്തു. പ്രഭാര, നിനക്കറിയാലോ എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാതിരിക്കും. ഞാൻ ഡോക്ടറോട് എനിക്ക് കാശ് ചോദിച്ചു. അതല്ല ഞാൻ പറഞ്ഞത്. ഡോക്ടറെ, എന്റെ മൂത്ത മോളുടെ കാര്യത്തിന് വേണ്ടി എന്റെ ഒരു കിഡ്നി കൊടുത്താൽ ഏറെക്കുറെ കുറച്ച് കാശ് കിട്ടും. അതിൽ അവളുടെ കാര്യം നടക്കും. പക്ഷെ അത് കൊടുത്തോണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഡോക്ടറെ? പ്രഭാര, നിന്റെ ഒരു കിഡ്നി കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് വേറെ കുഴപ്പമില്ല. പ്രത്യേകിച്ച് നിന്റെ മോളെ കല്യാണത്തിന്റെ ആവശ്യത്തിനല്ലേ, നല്ല കാര്യം. അപ്പൊ കൊടുക്കല്ലേ? കുഴപ്പമില്ല. അതെന്ത് വർത്തമാനം പ്രഭാര? ഇവിടെ ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോ തോട്ടി വീണ് ചാവാൻ നേരത്ത് നീയല്ലേ എന്നെ രക്ഷപ്പെടുത്തിയത്. അതെനിക്ക് മറക്കാൻ പറ്റുമോ ജീവിതത്തിൽ? അതൊക്കെ ഡോക്ടർ ഓർമ്മയുണ്ടോ? അത് മാത്രമല്ല, 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എന്റെ അച്ഛൻ എനിക്ക് ഒരു എൻസൈക്ലോപീഡിയ വാങ്ങിച്ചു. ഒരു ചിത്ര വലിപ്പമുണ്ട്, സയൻസ്. ഞാനത് വായിച്ചൊന്നും നോക്കിയില്ല. ഡോക്ടർ വീട്ടിൽ വന്നപ്പോൾ പ്രഭാരം ഞാൻ വായിച്ചിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയത് ഓർമ്മയുണ്ടോ? ഡോക്ടർ എനിക്കത് തിരിച്ചു തന്നില്ല. ഡോക്ടർ പഠിച്ചത് ഡോക്ടറായി. എനിക്കത് വായിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഡോക്ടറായതുമില്ല. നന്ദിയുണ്ട് പ്രഭാര. ഞാൻ ഡോക്ടർ ആകത്തോണ്ട്. അതുകൊണ്ടല്ല, നീ തന്നില്ല ആ പുസ്തകം, തന്നതിന് നന്ദിയുണ്ട് പ്രഭാര. പിന്നെ ഞാൻ ചുമ്മാ അല്ല ഡോക്ടർ ആയത്, കുത്തിയിരുന്ന് പഠിച്ചിട്ടല്ലേ ഞാൻ ഈ MBBS ഒക്കെ എടുത്തത്. നിനക്ക് അന്നേ കളിയായിരുന്നല്ലോ. കളിയാണ് നിന്നെ ഇത്രയും. കളി തന്നെയാണ് എന്നെ തൊലിച്ചത്. അത് എന്നെ പ്രഭാര, നീ കളിക്കാൻ തുടങ്ങിയതാണ് ഇത്രയും പ്രഭാര. എന്റെ ഈ കളി എന്നെ തൊലിച്ചു. എന്റെ മൂത്ത മോളുടെ കാര്യം എന്റെ ഇപ്പൊ കെട്ടിയോണ്ട് പരിഹരിക്കാം. അല്ല അല്ല, നിനക്കൊരു ഇളയ മോളുണ്ടല്ലോ, അവളെ കല്യാണം വരുമ്പോ നീ എന്തിരി? അവള് കല്യാണ പ്രായം അവൾക്ക് എത്തി. ഡോക്ടർ അവളെ കാര്യം വരുമ്പോ ഒന്ന് സഹായിക്കാൻ പറ്റും? പ്രഭാര, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഞാൻ ഡോക്ടറുടെ കാശ് ചോദിച്ചില്ലല്ലോ. ആളുപരമായിട്ട് സഹായിച്ചാൽ മതി. ആളുപരമായിട്ട് തീർച്ചയായും ഡോക്ടറെ കൊണ്ട് പറ്റുന്ന പോലെ പിന്നെ തീർച്ചയായിട്ടും. സത്യം സത്യം പ്രഭാര, ഞാൻ നിന്റെ കൂടെ നിൽക്കും പ്രഭാര. എന്റെ ഇളയ മോളെ കാര്യം വരുമ്പോഴേ ഡോക്ടറുടെ ഒരു കിഡ്നി തന്ന് സഹായിക്കും ഡോക്ടറെ. എന്റെ കിഡ്നിയാ പ്രഭാര? പ്ലീസ് ഡോക്ടർ തരുമോ?